ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അൽ ഹിക്മ ദർസെ ഹദീസിലെ പഠിതാക്കളായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഇമാം നബവിയുടെ റിയാദുസ് സാലിഹീനിലെ ബാബു ഫദ്ല് സുഹ്ദ് ഫി ദുനിയ, ദുനിയാവിലെ വിരക്തി, ഭൗതിക വിരക്തിയുടെ ശ്രേഷ്ഠത പറയുന്ന അധ്യായത്തിലെ അവസാന ഭാഗത്തുള്ള 3 ഹദീസുകളാണ് നമുക്ക് ഇന്ന് പഠിക്കേണ്ടത്. 487 മുതൽ. عن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم يدخل الفقراء الجنة قبل الأغنياء ب500 عام رواه الترمذي وقال حديث صحيح. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യദ്ഖുലുൽ ഫുഖറാഉ, ദരിദ്രർ പ്രവേശിക്കും, അൽ ജന്നത്ത, സ്വർഗത്തിൽ, ഖബലൽ അഗ്നിയായി, പണക്കാർക്ക്, സമ്പന്നർക്ക് മുമ്പ്, ബി 500 ആമിൻ, 500 വർഷം മുമ്പ്, പണക്കാരുടെ 500 വർഷം മുമ്പ് പാവപ്പെട്ടവർ സ്വർഗത്തിൽ കടക്കും. വിശദീകരണം നമുക്ക് ഒന്നിച്ചു പറയാം. അടുത്ത ഹദീസ് 488. വഅൻ ഇബ്നു അബ്ബാസ് വഇംറാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും عن النبي صلى الله عليه وسلم قال اطلعت في الجنة فرأيت أكثر أهلها الفقراء واطلعت في النار فرأيت أكثر أهلها النساء متفق عليه. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇംറാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ഇങ്ങനെയുള്ളവരൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തലഅ്തു ഫിൽ ജന്നത്തി, ഞാൻ സ്വർഗത്തിലേക്ക് എത്തി നോക്കി. ഫറഅയ്തു അക്തറ അഹ്ലിഹാ അൽ ഫുഖറ, ഫറഅയ്തു, അപ്പോൾ ഞാൻ കണ്ടു, അക്തറ അഹ്ലിഹ, അതിൻ്റെ ആളുകളിലെ അധിക പേരെയും, അൽ ഫുഖറ, ദരിദ്രരായിട്ട്, അഥവാ ദരിദ്രരാണ് അധിക പേരും എന്നർത്ഥം. വത്തലഅ്തു ഫിന്നാരി, ഞാൻ നരകത്തിലേക്ക് എത്തി നോക്കി. ഫറഅയ്തു അക്തറ അഹ്ലിഹ, അതിൻ്റെ ആളുകളിൽ അധിക പേരെയും ഞാൻ കണ്ടു, അന്നിസാ, സ്ത്രീകളായിട്ട്, അല്ലെങ്കിൽ സ്ത്രീകളെയാണ് അധികം കണ്ടത് എന്നർത്ഥം. മുത്തഫഖുൻ അലൈഹി. അടുത്ത ഹദീസ് 489. وعن أسامة بن زيد رضي الله عنهما عن النبي صلى الله عليه وسلم قال قمت على باب الجنة فكان عامة من دخلها المساكين وأصحاب الحد محبوسون غير أن أصحاب النار قد أمر بهم إلى النار متفق عليه. ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ഖുംതു അലാ ബാബിൽ ജന്ന, സ്വർഗത്തിന്റെ വാതിൽക്കൽ ഞാൻ നിന്നു. ഫകാന ആമത്തു മൻ ദഖലഹ അൽ മസാക്കീൻ, അപ്പോൾ അതിലെ പ്രവേശിക്കുന്നവരിൽ പൊതുവേ ദരിദ്രന്, ആമത്ത് പറഞ്ഞ പൊതു, ഫക്കാനത്തെ ആമത്തു മൻ ദഖലഹ, അതിൽ പ്രവേശിക്കുന്നവർ പൊതുവെ, അൽ മസാക്കീൻ, ധനികന്മാരാണ്. വഅസ്ഹാബുൽ ഹദ്ദി മഹ്ബൂസൂൻ, ധനികന്മാർ, അസ്ഹാബുൽ ഹദ്ദി, ഹദ്ദിന്റെ ആളുകൾ, മഹ്ബൂസൂൻ അഥവാ സമ്പത്തിന്റെ ആളുകൾ. തെറ്റിയല്ലോ പറഞ്ഞത്. ഫകാന ആമത്തു മൻ ദഖലഹ അൽ മസാക്കീൻ, അതിൽ പ്രവേശിച്ചതിൽ പൊതുവെ മിസ്കീനുകളാണ്, പാവങ്ങളാണ്. വസ്ഹാബുൽ ഹദ്ദി മഹ്ബൂസൂൻ, പണത്തിന്റെ ആളുകൾ തടയപ്പെട്ട് നിൽക്കുകയാണ്. ഗൈറ അന്ന അസ്ഹാബൻ നാരി ഖദ് ഉമിറ ബിഹിം ഇലന്നാർ, എന്നാൽ നരകവാസികൾ നരകത്തിൽ കടക്കണം, ഗൈറ ഒഴികെ, അന്ന അസ്ഹാബൻ നാരി, നരകത്തിന്റെ ആളുകൾ ഒഴികെ, ഖദ് ഉമിറ ബിഹിം, അവരുടെ കാര്യത്തിൽ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു, ഇലന്നാർ, നരകത്തിലേക്ക്. മുത്തഫഖുൻ അലൈഹി. അഥവാ സ്വർഗത്തിന്റെ വാതിൽക്കൽ ഞാൻ നിന്നു, അതിൽ പൊതുവെ കടക്കുന്നത് പാവങ്ങളാണ്.
സമ്പന്നരായ ആളുകൾ തടയപ്പെട്ട് നിൽക്കുകയാണ്. പിന്നെ ഒരു വ്യത്യാസമുള്ളത്, സമ്പന്നരായ ആളുകളിൽ നരകത്തിലേക്കുള്ള ആളുകൾ തടയപ്പെട്ടൊന്നും നിൽക്കുന്നില്ല, വേഗം പോകുന്നുണ്ട്. ഈ 3 ഹദീസുകളും പറയുന്നത് ഏകദേശം ഒരേ കാര്യമാണ്. അഥവാ അള്ളാഹുവിൻ്റെ കോടതിയിൽ പരലോകത്ത് ദരിദ്രരായ ആളുകൾ സ്വർഗത്തിൽ കടക്കുന്നവരിൽ ഭൂരിപക്ഷം അവർക്കാണ്. വേഗം സ്വർഗത്തിൽ കടക്കുകയും ചെയ്യും. എന്താ കാരണം? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തസൂലു ഖദമ അബ്ദിൻ ഹത്താ യുസ്അല അൻ അർബഇൻ. 4 കാര്യങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടാതെ ഒരടിമയുടെ ഒരടി മുന്നോട്ട് വെക്കാൻ സമ്മതിക്കുകയില്ല. വാൻ ഉംരിഹി ഫീമ അഫ്നാഹു, അവന്റെ ആയുസ് എന്തിന് ചെലവഴിച്ചു. വാൻ ജിസ്മിഹി ഫീമ അബ്ലാഹു, ശരീരം എന്തിന് ഉപയോഗിച്ചു. വാൻ മാലിഹി മിൻ അയ്ന ഇക്തസബ വഫീമ അൻഫഖ, പിന്നെ വാൻ ഇൽമിഹി മാദാ അമില ബിഹി, അവന്റെ വിജ്ഞാനം അറിവ് എന്തിനുപയോഗിച്ചു, എന്താണ് അതുകൊണ്ട് ചെയ്തതെന്ന്. വാൻ മാലിഹി മിൻ അയ്ന ഇക്തസബ വഫീമ അൻഫഖ, സമ്പത്തിനെ കുറിച്ച് ചോദിക്കും. സമ്പത്തിനെ കുറിച്ച് 2 ചോദ്യമാണ്. ഒന്ന്, എവിടെ നിന്നാണ് സമ്പാദിച്ചത്, എവിടെയാണ് ചെലവഴിച്ചത്. അതൊക്കെ പറഞ്ഞിട്ട് വേണം സമ്പന്നരായ ആളുകൾക്ക് സ്വർഗത്തിൽ കടക്കാൻ. ദരിദ്രരായ ആളുകൾക്ക് ആ ഫയൽ ക്ലോസ് ആണ്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എവിടുന്ന് സമ്പാദിച്ചു, സമ്പാദിച്ചിട്ടില്ല പഠിച്ചവന്. എവിടെ ചെലവാക്കി, നിൽ, നോട്ട് അപ്ലിക്കബിൾ അല്ലേ, അത് പരിഗണിക്കേണ്ട സംഗതിയല്ല, എഴുതി വിടാനേ ഉള്ളൂ. എന്നതുപോലെ ദരിദ്രരായ ആളുകൾ അവര് സമ്പത്തില്ലായ്മയുടെ കാര്യത്തിൽ കൊണ്ട് അവിടെ അവർക്ക് ഭാഗ്യമാകുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. അതേസമയത്ത് സമ്പത്തുള്ള ആളുകൾ അസ്ഹാബുൽ ഹദ് അവരെ പിന്നെ തടഞ്ഞു വെക്കപ്പെട്ടവരെ ഹബിസിലാണ്. അത് പറഞ്ഞ നരകത്തിലേക്ക് ഇടാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല. അതേസമയത്ത് കണക്കൊക്കെ കൂട്ടിയിട്ട് എല്ലാം എവിടുന്ന് കിട്ടി, ഓരോ അണാപ്പൈ വീതം എവിടുന്ന് കിട്ടി, എന്തിനാണ് ഉപയോഗിച്ചത് എന്നൊക്കെ വിവരിച്ചതിന്റെ ശേഷം മതി. ഈ ഇത്തലാഴ്ത്തു റസൂലുള്ള കണ്ടു എന്നൊക്കെ പറയുന്നത് എന്താണ്? അത് ഇസ്രാഉ മിഅ്റാജും പോയപ്പോൾ കണ്ട കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് എത്തി നോക്കി, നരകത്തിലേക്ക് എത്തി നോക്കി എന്ന് പറയുന്നത്. പിന്നെ അതിലൊരു കാര്യമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, നരകത്തിൽ കണ്ടതിനെ കുറിച്ച് മുത്തഫഖുൻ അലൈഹി ഹദീസിൽ പറഞ്ഞത്, ഒന്ന് സമ്പന്നരാണ് നരകത്തിലധികവും, പിന്നെ സ്ത്രീകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചിട്ടുണ്ട്. സ്ത്രീകൾ എന്തുകൊണ്ട് നരകത്തിൽ അധികമായി എന്നതിനെ കുറിച്ച് അവര് പിന്നെ ഭർത്താക്കന്മാർ ചെയ്ത നന്മകൾ അവർ നന്ദികേട് കാണിക്കും, അഥവാ നിഷേധിക്കും. അഥവാ എന്തെങ്കിലും ഒരു പോരായ്മ വന്നാൽ എന്നും ഇങ്ങനെ തന്നെയാണ്, ഒന്നും ചെയ്തു തന്നിട്ടില്ല, അത്രയും കാലമൊന്നും തന്നിട്ടില്ല എന്നുള്ള നിലക്ക് നിഷേധിക്കും. അതുകൊണ്ടാണ്, അതുപോലെ തന്നെ ബാധ്യതകൾ നിറവേറ്റാത്തത് കൊണ്ടാണ്, ദീനിന്റെ കുറവ് കൊണ്ടാണ് എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പറഞ്ഞതിന്റെ ഇത് അവഹേളിക്കാനാണോ? അല്ല. ഈ ആളുകൾ സ്വർഗത്തിൽ പോയ ശേഷമാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നത്? നരകത്തിൽ കടന്ന ശേഷമാണോ കാണുന്നത്? അല്ല. അതൊക്കെ ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ നടക്കാൻ പോകുന്ന കാര്യം നടന്നതുപോലെ താക്കീതായിട്ട് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ, പണക്കാരെ നിങ്ങൾ സൂക്ഷിക്കണം, സ്വർഗത്തിന്റെ വാതിക്കൽ നിങ്ങൾ തടഞ്ഞു നിർത്തപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കാതിരിക്കണം. കച്ചവടക്കാരെ വിളിച്ചിട്ട് പ്രത്യേകം സദക്ക ചെയ്യാൻ പറഞ്ഞത്, സമ്പന്നരോട് പ്രത്യേകം സദക്ക ചെയ്യാൻ പറഞ്ഞത്, സ്ത്രീകളോട് പ്രത്യേകം സദക്ക ചെയ്യാൻ പറഞ്ഞതൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്തിനാണ്? തിന്മകൾ പരമാവധി മായ്ച്ചു കളയുന്ന വിധം നന്മകൾ ചെയ്യണം. ദരിദ്രർക്ക് അതിലൊരു പാഠമുണ്ട്. അതെന്താ? ദരിദ്രനായി എന്നത് അത്ര വലിയ ഒരു മഹാദൗർഭാഗ്യമായിട്ടൊന്നും കരുതേണ്ടതില്ല. അതിവിടെ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നുള്ളത് ശരിയാണ്. പക്ഷേ സമ്പന്നർ പ്രയാസപ്പെടുന്ന പരലോകത്ത് സമ്പത്ത് ഇല്ലാതിരുന്നത് നന്നായി എന്ന് അവന് തോന്നുന്നുണ്ടാകും. ഞാനൊരു ദരിദ്രനായിരുന്നെങ്കിൽ നന്നായിരുന്നു. രക്തസാക്ഷികൾക്ക് സ്വർഗത്തിൽ കൊടുക്കുന്ന പദവി കണ്ടിട്ട് രക്തസാക്ഷിയായി മരിച്ചവരല്ലാത്ത അമ്പിയാ മുർസലുകൾ പോലും വിചാരിക്കും, എനിക്ക് നബിയൊന്നും ആകേണ്ടിയിരുന്നില്ല, ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചിട്ട് എനിക്ക് രക്തസാക്ഷിയായി മരിച്ചാൽ മതിയായിരുന്നു. അത്രമാത്രം വലിയ ആദരവാണ്. എന്നതുപോലെ സമ്പന്നരായ ആളുകൾ ഈസി ആയിട്ട് സ്വർഗത്തിൽ പോകുന്നത് കാണുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുമല്ലോ, പണക്കാർക്ക് തോന്നും ഒരു മിസ്കീനായിട്ട് ജീവിച്ചാൽ മതിയായിരുന്നു എന്ന്. അങ്ങനെ അവർ തടഞ്ഞു നിർത്തി കണക്ക് നോക്കിയിട്ട് വെക്കാന്ന് വെക്കും. 500 കൊല്ലം, ഇവിടുത്തെ കൊല്ലമല്ല അവിടുത്തെ കൊല്ലമാണ്. എന്താണ് ആ കൊല്ലത്തിന്റെ യാഥാർത്ഥ്യം എന്ന് അള്ളാഹ്ക്ക് തന്നെ അറിയുള്ളൂ, അവിടുന്ന് മനസ്സിലാവുള്ളൂ. ഏതായാലും അത്ര വലിയ അകലമുണ്ടാകും
സമ്പന്നരും ദരിദ്രരും തമ്മിൽ. അതുപോലെ തന്നെ സമ്പന്നർ സൂക്ഷിക്കണം, ദരിദ്രർ പോസിറ്റീവായി ചിന്തിക്കണം, ദരിദ്രനാകുക എന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന, അല്ലാഹുമ്മ ജ്അൽ റിസ്ഖ ആലി മുഹമ്മദിൻ ഖൂത്ത, അള്ളാഹുവേ മുഹമ്മദിന്റെ കുടുംബത്തിന്റെ ഭക്ഷണം അത്യാവശ്യത്തിന് തികയുന്നതാക്കണമെന്ന്. അത്യാവശ്യത്തിന് വേണ്ടി കുടുങ്ങുക, കടബാധിതനാകുക, അതൊന്നും പാടില്ല. എന്നാൽ ആവശ്യമില്ലാത്ത വിധമുള്ള സമ്പത്ത് കുന്നുകൂടിയിട്ട് അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ കുടുങ്ങുക, അതിലും വലിയ നിർഭാഗ്യമാണ്. അതുകൊണ്ടാണ് സമ്പത്ത് നിയമത്താകണമെങ്കിൽ എന്ത് വേണം? അള്ളാഹുവിന് തൃപ്തിയുള്ളതുപോലെ അത് വിനിയോഗിക്കാൻ കഴിയണം. അപ്പോൾ മാത്രമേ സമ്പത്ത് നിയമത്താകുകയുള്ളൂ. അല്ലെങ്കിൽ സമ്പത്ത് തന്നെ വലിയ ലഅനത്തായി മാറും. അതാണ് സത്യനിഷേധികൾക്ക് സൂറത്ത് ആലിമ്രാനിൽ സത്യനിഷേധികൾക്ക് അവർക്ക് നാം ഇങ്ങനെ സമയം നീട്ടിക്കൊടുക്കുന്നതും അവർക്ക് വാരിക്കോരി കൊടുക്കുന്നതും ഒക്കെ അവർക്ക് ഹൈറാന്ന് വിചാരിക്കേണ്ട, അതവർക്ക് ഷെറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പിശുക്കന്മാരുടെ കാര്യത്തിൽ, ഇതിനു മുമ്പ് വന്നല്ലോ ഹദീസുകൾ, പിശുക്കന്മാരുടെ കാര്യത്തിൽ പറഞ്ഞു അവർക്കത് ഹൈറാന്ന്, ലാ തഹ്സബുഹു ഷർറൻ ലക്കും ബൽ ഹുവ ലാ തഹ്സബുഹു അതല്ല, പിന്നെ ലാ തഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി ഹുവ ഖൈറുൽ ലഹും ബൽ ഹുവ ഷർറുൽ ലഹും. അള്ളാഹു കൊടുത്തത് പിശുക്കുന്നവർ വിചാരിക്കേണ്ട, സമ്പന്നനാണ് ഈ പിശുക്കുന്നത്, അവർ വിചാരിക്കേണ്ട അതവർക്ക് ഹൈറാണെന്ന്, അവർക്ക് ഷെറാണ് യഥാർത്ഥത്തിൽ. അപ്പം സമ്പത്ത് നിയമത്താകുന്നത് അള്ളാഹുവിൻ്റെ തൃപ്തി അത് ഉപയോഗിച്ച് നേടുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ പരലോകത്ത് കുടുങ്ങുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കാറൂൻ്റെ കാര്യത്തിൽ അള്ളാഹു താല അത് പറയുന്നുണ്ട്. കാറൂൻ്റെ പത്രാസ് കണ്ടപ്പോൾ യാ ലൈതലനാ ഊത്തിയ മിസ്ലമാ ഊത്തിയ കാറൂന് കിട്ടിയത് ഞങ്ങൾക്കും കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞ ആളുകൾ പിന്നെ കാറൂന് നഷ്ടയിൻ്റെ പിറ്റേന്ന് പറയുന്നത് പടച്ചോൻ കാത്തു എന്നാണ്. അങ്ങനെ സമ്പന്നനാക്കാതിരുന്നത് നന്നായി എന്നാണ്. ചുരുക്കത്തിൽ ദരിദ്രനാകുക എന്ന് പറയുന്നത് വല്ലാത്ത ഒരു മുസീബത്തൊന്നുമല്ല. അത് സ്വർഗം നേടാനുള്ള എളുപ്പ വഴിയാണ് എന്ന് കരുതി പോസിറ്റീവായി ചിന്തിക്കുക. സമ്പത്തുള്ള ആളുകൾ സമ്പത്തുകാർക്ക് ഇങ്ങനെയൊക്കെയുള്ള റിസ്ക് വരാനുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് സമ്പത്ത് കൈകാര്യം ചെയ്യുക. സ്ത്രീകൾ ഈ പറഞ്ഞ താക്കീത് ഉൾക്കൊള്ളുക. ആ പറഞ്ഞ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഞാനുണ്ടാകരുത് എന്ന വിഷയത്തിൽ പ്രത്യേകമായി ജാഗ്രത പുലർത്തുക. ഇതൊക്കെയാണ് ഈ ഹദീസിന്റെ പാഠങ്ങൾ. ഇനി ഒരു ഹദീസ് കൂടിയേ ബാക്കിയുള്ളൂ. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദിവസം, ഈ അധ്യായത്തിൽ ഒരു ഹദീസ് കൂടിയേ ബാക്കിയുള്ളൂ. പിന്നെ വേറെ ബാബാണ് ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.